കഥാപാത്രമുണ്ട്, നിച്ചൽ, കിലുക്കത്തിലെ നിച്ചൽ. ആ നിച്ചൽ ഇവിടെ മോഹൻലാലിന് സംസ്ഥാന സർക്കാർ ഒരു ആദരം നൽകുമ്പോൾ അത് കാണാൻ വേണ്ടി ജഗദീഷ് ശ്രീകുമാർ ഇവിടെ എത്തിച്ചേരുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിശിഷ്ടാതിഥിയായി നമുക്ക് ഈ വേദിയിൽ പറയാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളിൽ ഒന്നായി തന്നെ നമുക്ക് ജഗദീഷ് ശ്രീകുമാറിനെ കാണാൻ കഴിയും. അദ്ദേഹം ഈ പരിപാടിയുടെ ഭാഗമായിട്ട് ഇവിടത്തേക്ക് എത്തിച്ചേരുകയാണ്. അല്പസമയം മുമ്പാണ് ജഗദീഷ് ശ്രീകുമാർ ഈ പരിപാടിയുടെ ഭാഗമാകാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് എത്തിച്ചേർന്നത്. കുറേ കാലമായിട്ട് വിവിധ പരിപാടികൾ അദ്ദേഹം സജീവമാകുന്നുണ്ട്. പക്ഷേ ഈ പരിപാടിയിൽ സംസ്ഥാന സർക്കാർ അനൗൺസ് ചെയ്ത അതിഥികളുടെ പട്ടികയിൽ ജഗദീഷ് ശ്രീകുമാർ ഉണ്ടായിരുന്നില്ല. പക്ഷേ അദ്ദേഹം പരിപാടി തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ്, മോഹൻലാൽ എത്തിച്ചേരുന്നതിന് തൊട്ട് മുമ്പ് ജഗദീഷ് ശ്രീകുമാറിന്റെ പരിപാടിയുടെ ഭാഗമാകാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ഏറ്റവും അടുത്ത സുഹൃത്ത്, മലയാളം എല്ലാ കാലത്തും നെഞ്ചേറ്റിയിട്ടുള്ള കഥാപാത്രങ്ങൾ സമ്മാനിച്ചിട്ടുള്ള രണ്ട് താരങ്ങളാണ് മോഹൻലാൽ, ജഗദീഷ് ശ്രീകുമാർ കോംബോ. ആ കോംബോയുടെ ഭാഗമായിട്ടുള്ള ഒരാൾ അദ്ദേഹം ഇങ്ങോട്ടേക്ക് എത്തിച്ചേരുന്നു. അത് മോഹൻലാലിന്റെ സ്വീകരണം നൽകാൻ വേണ്ടി സൈഡിലേക്ക് എത്തിച്ചേരുന്നതാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനും അതുപോലെ തന്നെ മറ്റ് അതിഥികളും മോഹൻലാലിനടക്കമുള്ള മറ്റ് അതിഥികളും എത്തിച്ചേരും. ഇപ്പോൾ മറ്റ് വിശിഷ്ടാതിഥികൾ ഉണ്ട്, ഏറെയുമുണ്ട്. വലിയ ചടങ്ങാണ് എന്ന് തോന്നുന്നു. വലിയ ആവേശം, അഭിമാനം, മലയാളികൾക്കെല്ലാം അഭിമാനം. ഇവിടെ വന്നവർക്ക് പുറമേ തന്നെ നിങ്ങളെപ്പോലുള്ള ചാനലുകൾ കണ്ട് കേരളവും ലോകമാകെയുള്ള മലയാളികൾ ഈ പരിപാടിയെ ആസ്വദിക്കുകയാണ്, കാണുകയാണ്. അപ്പൊ കേരളമാകെ മലയാളികളാകെ മോഹൻലാലിന് ആദരവ് കൊടുക്കുന്ന ഗംഭീരമായൊരു വൈകുന്നേരമാണ്. വളരെ വലിയ സന്തോഷം തോന്നുന്ന ഒരു നിമിഷമാണ്. മോഹൻലാലിന് മലയാളികളുടെ വലിയൊരു സ്നേഹ സമ്മാനമായിട്ട് ഈ ലാൽ സലാം മാറിയിട്ടുണ്ട്. അതെ, ലാൽ സലാം പറയുകയാണ്. എന്താണ് വളരെ ഗംഭീരമായ ചടങ്ങാണ്. വലിയ ആവേശത്തിലാണ് കേരളം മുഴുവൻ ശ്രദ്ധിച്ചുള്ള പരിപാടി മാറുകയാണ്. വലിയ ആവേശത്തിലാണ് ജനങ്ങളാണ്. അതെ, ഇങ്ങനെ മലയാള സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് സനിസ, സുരേഷ് കുമാറുണ്ട്. സുരേഷ് കുമാർ മോഹൻലാലിന്റെ കൂടെ അവരുടെ സിനിമാ ലോകം എന്ന് പറയുന്നത് ഒരുമിച്ച് വളർന്നിട്ടുള്ളതാണ്. സുരേഷ് കുമാർ അടക്കമുള്ളവർക്കായിരിക്കും മോഹൻലാലിന്റെ സിനിമാ ജീവിതത്തെ കുറിച്ച് കൂടുതൽ പറയാൻ കഴിയുക. അതിനെക്കുറിച്ച് കൂടി നമ്മൾ ചോദിക്കേണ്ടിയിരിക്കുന്നു എന്ന് തോന്നുന്നു. എങ്ങനെ ഓർക്കുന്നു സിനിമയിൽ ഒരുമിച്ച് പിച്ചവെച്ച് നടന്നവരെന്ന് പറയാം, എങ്ങനെ ഓർക്കുന്നു ആ ഒരു കാലഘട്ടത്തെ? അല്ല, അങ്ങനെ പിച്ചവെച്ച് നടന്ന സ്ഥലങ്ങളാണിതല്ല, ഇത് ചുറ്റുവട്ടത്ത്. അപ്പോ ഇവിടെ തൊട്ടടുത്തായിരുന്നു നമ്മുടെ കോഫി ഹൗസ്, ഇന്ത്യൻ കോഫി ഹൗസ്. അവിടെ ആയിരുന്നു ഞങ്ങളുടെയൊക്കെ ഒരു കേന്ദ്രം. അതിന്റെ താഴെയാണ് ഞങ്ങളുടെ മോഡൽ സ്കൂൾ. ഞങ്ങൾ അവിടെയാണ് ഒന്നിച്ച് പഠിച്ചത്. അത് പഠിച്ചു കഴിഞ്ഞ് മോഡൽ സ്കൂളിൽ നിന്ന് പിന്നെ കോളേജ് കഴിഞ്ഞ് സിനിമയിൽ എല്ലാം ഒരുമിച്ചായിരുന്നു. പിന്നെ വന്നിപ്പോൾ ലാലിനിപ്പോൾ ഏറ്റവും വലിയൊരു ബഹുമതിയാണ് കിട്ടിയിരിക്കുന്നത് ഇന്ത്യൻ സിനിമയിൽ. അതെല്ലാവരും സന്തോഷിക്കുന്ന ഒരു അവസരമാണ്. ഞാനായാലും അശോകാണ് ലാലിനെ ആദ്യം ഡയറക്റ്റ് ചെയ്തത്. തിരനോട്ടത്തിൻ്റെ ഡയറക്ടറാണ് അശോക്. ഞങ്ങളെല്ലാവരും ഒരുമിച്ച് നടന്നവരാണ്. ഞാൻ, അശോക്, പ്രിയന്, എൻ ജി ശ്രീകുമാർ, അങ്ങനെ കുറേ പേര്, മണിമുള്ള രാജു, അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. ഞങ്ങളൊക്കെ ഒരുമിച്ചാണ്. ലാലിന് കിട്ടുന്നത് കൊണ്ട് കാണാൻ പറ്റുന്നത് ഒരു വലിയ സന്തോഷം. ഒരുമിച്ച് സിനിമയ്ക്ക് വേണ്ടി ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഓർത്തിരുന്നു ലാൽ ഇതുപോലെ ഒരു വലിയ എന്താ പറയേണ്ട ലോകം ഇന്ത്യൻ സിനിമയെ അടയാളപ്പെടുത്തുന്ന ഒരു നടനായി മാറുമെന്ന്? അങ്ങനൊന്നും നമുക്ക് ഓർമ്മ പറ്റില്ല. പക്ഷെ ലാലിന് കഴിവുള്ള ഒരാളായിരുന്നു എന്നുള്ള സ്കൂളിൽ പഠിക്കുമ്പോഴേ നമുക്കറിയാം. ലാല് സ്കൂളില് നാടകങ്ങൾ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലാലിന് ബെസ്റ്റ് ആക്ടറിനുള്ള അവാർഡ്. ലാലിന്റെ ഉള്ളിലൊരു നടനുണ്ടെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ അത് പിൽക്കാലത്ത് സിനിമയിൽ വന്നപ്പോഴാണത് ഇതായത്. ലാലിന്റെ പണ്ട് നമ്മൾ കാണുന്ന ലാലിനെ ഇപ്പോഴും എത്രയോ വളർന്ന് ഏതോ ഒരു ലെവലിലെത്തി. ബുദ്ധിമുട്ടാണെന്ന് അറിയാം, എന്നാലും ലാലേട്ടന്റെ ഏത് സിനിമയാണ് ഏറ്റവും പ്രിയപ്പെട്ടത്? ഏത് കഥാപാത്രമാണ് അത്രയും ഉള്ളിൽ തട്ടി ലാലേട്ടനെ വിളിച്ച് എടാ നീ ഇത് പൊളിച്ചു എന്ന് പറഞ്ഞത്? അങ്ങനെ ഒത്തിരി കഥാപാത്രങ്ങളുണ്ട്. കിരീടമുണ്ട്, പിന്നെ എൻ്റെ ആറാം തമ്പുരാൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. അങ്ങനെ ലാലിൻ്റെ ഒത്തിരി സിനിമകളുണ്ട്. ഒരു സിനിമയായിട്ടോ രണ്ട് സിനിമയായിട്ടോ എനിക്കെടുത്ത് പറയാനൊക്കില്ല. എന്ന് വെച്ചാൽ ലാലിൻ്റെ എല്ലാ പടവും നമുക്ക് ഇഷ്ടം. എങ്കിലും ഒന്ന് എന്ന് പറയാൻ പറ്റില്ല, ഒന്നെന്ന് പറയാനൊക്കില്ല, ഒരു 100 പറയാം.
വലിയ ആവേശം അപ്പോൾ. അതെ, താങ്ക് യു. അത്തരത്തിൽ ഒന്നെന്ന് പറയാൻ പറ്റില്ല, ലാലേട്ടന്റെ ഒരു ക്യാരക്ടർ പറയാൻ പറ്റില്ല. ലാലേട്ടന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതാണ്? ലാലിൻ്റെ എല്ലാ സിനിമകളും ഒരേപോലെ ഇഷ്ടമാണ്. അങ്ങനെ പ്രത്യേകിച്ച് വേർതിരിച്ച് പറയാനൊന്നും പറ്റില്ല. എല്ലാറ്റിലും ലാല് ആ കഥാപാത്രത്തിന് അനുയോജ്യമായിട്ട് വേഷപ്പകർച്ച നടത്തിയ ആളില്ല. സത്യത്തിൽ ഏതെങ്കിലും ഒന്ന് പറയാൻ പറ്റില്ല. എല്ലാം ഒന്നിനൊന്നിനും മെച്ചമാണെന്നേ പറയാൻ വേണ്ടി പറ്റുള്ളൂ. മിനിസ്റ്ററെ, ഒരു ലാലേട്ടൻ ഫാനാണോ? ഒരു ലാലേട്ടൻ ഫാനാണോ? അതെ അതെ, മലയാളിയല്ല ലാലിൻ്റെ ഫാനാണല്ലോ. ഞങ്ങൾ പ്രത്യേകിച്ചും വിദ്യാർത്ഥിയായിരുന്ന നാൾ മുതൽ അദ്ദേഹത്തിൻ്റെ സിനിമയോട്, അദ്ദേഹത്തിൻ്റെ അഭിനയത്തോട്, കഥാപാത്രങ്ങളോട് ഏറ്റവും സ്നേഹവുമുള്ള ആളുകളാണ്. എല്ലാ ലാലേട്ടൻ ഫാൻസാണ്. നമ്മളിവിടെ എവിടെ നോക്കിയാലും ലാലേട്ടൻ ഫാൻസിനെ മാത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മലയാളം സിനിമയുടെ